അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ റമദാൻ മാസത്തിൽ അലൈനിലെ ജാഹിലി കോട്ടയിൽ നടന്ന ഒരു പരിപാടിയുടെ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതാണ് ജാഹിലി കോട്ടയുടെ മുൻവശം. ഇവിടെ നിന്നും അകത്തേക്ക് കടന്നാൽ കൗണ്ടറിൽ നിന്നും നമുക്കൊരു പ്രവേശന കൂപ്പൺ നൽകും. പ്രവേശനം തികച്ചും സൗജന്യമായിരുന്നു. കുറച്ച് നേരത്തെ തന്നെ എത്തിയതുകൊണ്ട് അവിടെ പരിപാടിയുടെ ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിവിശാലമായ ഈ മൈതാനിയിൽ വെച്ചാണ് ഇവിടെ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. പരിപാടികൾ കാണാനെത്തുന്നവർക്കായി അതിവിശാലമായ മികച്ച സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതേ സമയം തന്നെ ജാഹിലിക്കോട്ടയ്ക്കുള്ളിൽ വിവിധങ്ങളായ ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നിരുന്നു. ലോകോത്തര നിലവാരമുള്ള നിരവധി ചിത്രങ്ങൾ ഇവിടെ എക്സിബിഷനായി ഒരുക്കിയിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് തന്നെ ചിത്രങ്ങൾ വരച്ച ആളുകളുടെ പേരും ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ജാഹിലി കോട്ടയ്ക്ക് അകം നിറയെ ഇത്തരം നിരവധി ചിത്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ സമയം. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ ജാഹിലിക്കോട്ടയുടെ ഉൾവശം. അതിവിശാലമായ ജാഹിലിക്കോട്ടയ്ക്കുള്ളിൽ നിരവധി റൂമുകളും വരാന്തകളും നമുക്ക് കാണാവുന്നതാണ്. മുകൾ ഭാഗം ഈന്തപ്പനയുടെ ഭാഗങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കോട്ടയുടെ മറ്റൊരു ഭാഗത്തെ മുറികളിലും ചിത്രപ്രദർശനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. വളരെ മികച്ച രീതിയിലാണ് ഇത് ഇവിടെ ചുമരുകളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. വീഡിയോയിൽ ഇത് നമുക്ക് വിശദമായി കാണാവുന്നതാണ്. ഉൾഭാഗത്തെ എക്സിബിഷൻ വിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴേക്കും പുറത്ത് മത്സര പരിപാടികൾക്കുള്ള ഒരുക്കങ്ങളും അതേപോലെ മറ്റു നിരവധി കൗണ്ടറുകളും തയ്യാർ ചെയ്തിരുന്നു. ഒരു ഭാഗത്ത് ട്രഡീഷണൽ ലൈബ്രറി തയ്യാർ ചെയ്തത് നമുക്കിവിടെ കാണാവുന്നതാണ്. നിരവധി പുസ്തകങ്ങൾ ഇവിടെ വിൽപ്പനക്കായും പ്രദർശനത്തിനും വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് 2015 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഗാവ നിർമ്മിക്കുന്നതിൻ്റെ രൂപം ഇവിടെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്.
ഇവിടേക്ക് എത്തുന്നവർക്ക് സൗജന്യമായി ഗാവ നൽകി അവരെ സന്തോഷിപ്പിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. ഇതിന് തൊട്ടടുത്തായി ഇവിടെ നടക്കാൻ പോകുന്ന വിവിധ മത്സരങ്ങൾ ഏത് രീതിയിലാണ് നടക്കുന്നത്, അതിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഇവിടെ എത്തുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് ഈ ബോർഡുകളിലൂടെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ മത്സരങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മത്സരത്തിന് നേതൃത്വം നൽകുന്നവർ ഇരു ടീമിലെയും അംഗങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. 2 ഗ്രൂപ്പുകളിലായി 3 വീതം ആളുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കണ്ടു തന്നെ നമുക്ക് ഈ മത്സരം മനസ്സിലാക്കാവുന്നതാണ്. ഗുസ്തി പോലെ തന്നെയാണ് ഇതിൻ്റെ ഏകദേശ രൂപം. 10 മീറ്റർ വ്യാസത്തിൽ കയറുകൊണ്ട് ഒരു അതിർത്തി നിർണയിച്ച് അതിനുള്ളിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ മണൽ കൊണ്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകളാണ് ഈ മത്സരങ്ങൾ കാണാൻ ഇവിടേക്കായി എത്തിച്ചേർന്നിട്ടുമുള്ളത്. നമുക്ക് വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ കാണാവുന്നതാണ്. ഓരോ ഗ്രൂപ്പിൻ്റെയും മത്സരങ്ങൾക്ക് ശേഷം അടുത്ത ഗ്രൂപ്പിൻ്റെ മത്സരങ്ങൾ നടക്കും. 1-ാം ഘട്ട മത്സരത്തിന് ശേഷം കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങളായിരുന്നു ഇവിടെ നടന്നത്. മത്സരം എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. نشوف ما شاء الله عليه شواخي الله عليك يا شواخ الله الله فنان ما شاء الله ما شاء الله ما شاء الله الله عليك. نشوف المحاولة الثانية نشوف المحاولة الثانية نشوف المحاولة الثانية بسم الله عليك صليت. മത്സരങ്ങൾ കാണുന്നതിനായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന പ്രത്യേക ജൂറിയും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് വളരെ താളാത്മകമായി അറബിക് കാവ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കാണാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 2-ാം ഘട്ട മത്സരങ്ങളും 3-ാം ഘട്ട മത്സരങ്ങളുമായി മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഗ്രൂപ്പിൽ നിന്നും വിജയിക്കുന്ന ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് പിന്നീട് നടന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ മത്സരത്തിന് മുന്നോടിയായി മത്സരത്തിന് തയ്യാറാകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. വലിയ തലയിൽ കെട്ടുന്ന തുണി അരയിൽ കെട്ടി ഉറപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇരു ടീമുകളിലെ അംഗങ്ങളും അതേപോലെ ചെയ്തതിനു ശേഷം ആ തുണിയിൽ പിടിച്ചാണ് അവർ മത്സരത്തിൽ ആഭിമുഖ്യം നേടുന്നത്. പിടിവിടാതെ എതിരാളിയെ മലർത്തിയടിച്ചാണ് വിജയം കൈവരിക്കുന്നത്. വീഡിയോയിൽ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
മത്സര ഇടവേളകളിൽ നിരവധി പെർഫോമൻസുകളും ഇവിടെ അരങ്ങേറുന്നുണ്ട്. شفنا المواجهين في مواجهه مع حيدي، والان الفرق اللي خسرت في كلا المواجهتين يواجهون بعضهم لتاهل الأهلي. نعم يا ياسر جزاك الله خير على التوضيح. وهذه الجوله هذه القويه طبعا في كل المحاولات ما بين الهاشمي وما بين هزاع والمحاولات ما بين മത്സരാർത്ഥികൾക്ക് വേണ്ടി മികച്ച പ്രോത്സാഹനമാണ് അനൗൺസർ നൽകിക്കൊണ്ടിരിക്കുന്നത്. هذا الميدان انتم بالتحدي، انتم بالقوه، ما بين الجلاف والهاشمي في لعبه قطر. الله عليك الله عليك الله عليك الله عليك انتم هانيكم. ومع صفاره الحكم مع الصفاره ومجد كل المحاولات ما بين احمد الجلاف وما بين جهيل بين الجلاف قام يضربه مكان. الله عليك من فريق الجبار وما بين حمد الجلاف وفريق الثاني. الله يجزاه لاعب متمكن راح الاحياء والاباء والابدان. سلام عليك وصلنا به محمد الجلاف به جل مكانه جل من السماء جل ما ترى جل الجلاف به الجلاف الجلاف به انرح على نصر الجلاف به. ونشوف الجلاف انت الله عليك. الله منصور سيف يلحق. الله يعطيك بهالابتسامه سيف ولا منصور ولا سيف. شوف يحاول يطيع الله يحاول يطلع من الثالث منصور وأداء في المواجهات. منصور وسيف. الله سهل على السيف. الله عليك قاعد في الميدان ما شاء الله. وصلنا لثالث المحاولات. وسيف منصور سيف انه راح يدور بالثاني، انه قام يخلص في مكانه، قام يدور في مكانه، قام يخلص البلد. ما شاء الله عليك منصور ولا سيف. الله راح يطلع في الاريحيه يا ناصر، راح يطلع في الاريحيه الى خارج الميدان. هل منصور عنده كلمه في هذه المواجهه؟ هل عنده كلمه؟ ഇത്തരത്തിൽ മത്സരങ്ങൾ വിജയിക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനവും ഇവിടെ നൽകുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.